മലയാളികൾക്കും മലയാള നാടിനും അഭിമാനമായി ധന്യ മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ടവരുടെ പുണ്യഗണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അമ്മയെക്കുറിച്ചും അമ്മ കേരളത്തിലെ സ്ത്രീജനങ്ങൾക്കും നമ്മുടെ നാടിനും നൽകിയ നന്മകളും നാം അറിയാതെ പോകരുത്. വരാപ്പുഴ അതിരൂപതയിൽ നിന്നും ഒരു വിശുദ്ധ ജന്മം കൊള്ളുകയാണ്. നമ്മുടെ അതിരൂപതയ്ക്ക് ദൈവം നൽകിയ വലിയൊരു വരദാനമാണ് മദർ ഏലീശ്വ. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുവാൻ ഇനി ഒരു അമ്മയുണ്ടെന്ന് നമുക്ക് സന്തോഷിക്കാം. ഈ അമ്മ നമ്മെപ്പോലെ ഈ മണ്ണിൽ ജീവിച്ച് ദാമ്പത്യം, മാതൃത്വം, വൈധവ്യം, സന്യാസം എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. മകൾ, സഹോദരി, മരുമകൾ, അമ്മ, വിധവ എന്നിങ്ങനെ ഒരു സ്ത്രീയുടെ എല്ലാ തലങ്ങളിലെയും ജീവിതാനുഭവങ്ങളെ അതിജീവിച്ച് അവരുടെ വിഹ്വലതകൾ മനസ്സിലാക്കി അവയെ ക്രിയാത്മകമായി തരണം ചെയ്ത് പുണ്യവഴിയിൽ മുന്നേറുമ്പോൾ അമ്മ നമുക്ക് അഭയമായി, കരുത്തായി, മാതൃകയായി മുന്നിലുണ്ടെന്ന് സമാശ്വസിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ദശകത്തിൽ വൈപ്പിൻ ദ്വീപിന് അലങ്കാരമായി ചരിത്രപ്രസിദ്ധമായ ഓച്ചന്തുരുത്ത് ക്രൂസ് മിലാഗ്രിസ് ഇടവകയിൽ വൈപ്പിശ്ശേരി തൊമ്മൻ താണ്ട ദമ്പതികളുടെ 8 മക്കളിൽ മൂത്ത മകളായി ജനിച്ച ഏലീശ്വ ബാല്യം മുതൽ ദൈവവിശ്വാസം, ദൈവഭയം, എളിമ, ദീനാനുകമ്പ, ആശ്രിത വാത്സല്യം എന്നീ പുണ്യങ്ങൾക്ക് വിളനിലമായിരുന്നു. സമ്പന്നമായ സൈനിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടും പാവങ്ങളോടും വേദന അനുഭവിക്കുന്നവരോടും സഹിഷ്ണുതയോടെ മാത്രം വർത്തിച്ച സ്ത്രീരത്നമായിരുന്നു മദർ ഏലീശ്വ. വീട്ടിൽ നിന്നും ആശാന്മാരിലൂടെ വിദ്യയാർജിച്ച അവൾ താൻ ജീവിക്കുന്ന സമൂഹത്തിലെ സ്ത്രീകൾ അജ്ഞതയുടെ അന്ധകാരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു. സാമൂഹിക തിന്മകൾ നടമാടിയിരുന്ന അക്കാലത്ത് സ്ത്രീകളെ അടിമകളെ പോലെ കണ്ടിരുന്ന പശ്ചാത്തലത്തിൽ വീട്ടിൽ വേലയ്ക്ക് വന്ന സ്ത്രീകളോട് അവൾ അങ്ങേയറ്റം കരുണയോടെ പെരുമാറുകയും അവരുടെ ദുരിതങ്ങൾ ക്ഷമാപൂർവം കേൾക്കുകയും ചെയ്തു. ചാതുർവർണ്ണ്യ സന്തതികളായ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, അടിമത്തം എന്നിവയ്ക്കെതിരെ കർമ്മം കൊണ്ട് അവൾ പ്രതിഷേധിച്ചു. വീട്ടിൽ ബാല്യക്കാരായിരുന്ന താഴ്ന്ന ജാതിക്കാർക്ക് അവൾ തന്നെ അന്നം വിളമ്പി. 16-ാം വയസ്സിൽ കൂനമ്മാവിൽ വാഗയിൽ വറീദിൻ്റെ മകൻ വത്തരുവിനെ വിവാഹം ചെയ്തു കൂനമ്മാവിലേക്ക് താമസം മാറ്റി. സുഗന്ധവ്യഞ്ജന വ്യാപാരിയായ വറീദിൻ്റെ ഇളയ മകനായിരുന്നു വത്തരു, ഏക്കർ കണക്കിന് ഭൂസ്വത്തിൻ്റെ ഉടമ. ബന്ധുഗൃഹത്തിലും ഏലീശ്വ ആശ്രിതരോട് കരുണാപൂർവം വർത്തിച്ചു. അവരുടെ ദാമ്പത്യത്തെ ദൈവം അന്ന എന്ന മകളെ നൽകി അനുഗ്രഹിച്ചു. എന്നാൽ വിധി വൈപരീത്യമെന്ന് പറയട്ടെ, അന്നയ്ക്ക് 1.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഭർത്താവ് രോഗബാധിതനാവുകയും മരണപ്പെടുകയും ചെയ്തു. ഭർത്തൃമരണത്തിന് ശേഷം പുനർവിവാഹത്തിന് നിർബന്ധിച്ചുവെങ്കിലും ഏലീശ്വ അതിന് സന്നദ്ധയായില്ല. അവൾ പിന്നീടുള്ള ജീവിതം ദൈവത്തിനും ദൈവമക്കൾക്കും വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. നീണ്ട 10 വർഷം ധ്യാനാത്മക ജീവിതം നയിച്ചു. ഈ കാലഘട്ടത്തിൽ മദർ ഏലീശ്വയെ നയിച്ചിരുന്നത് പരിശുദ്ധാത്മാവ് തന്നെയായിരുന്നു. ഒരിക്കൽ ഏലീശ്വയ്ക്ക് ദൈവിക വെളിപാടുണ്ടായി. അവൾ കുമ്പസാരക്കാരനായ ഫാദർ ലിയോപോൾഡുമായി തൻ്റെ ആത്മീയ അനുഭവം പങ്കുവച്ചു. അവരുടെ ജീവിതശൈലിയിൽ ആകൃഷ്ടയായി ഏലീശ്വയുടെ സഹോദരി ത്രേസ്യയും അവരോടൊപ്പം ചേർന്നു. കൂനമ്മാവിലെ ഈ ഭക്ത സ്ത്രീകൾ നയിക്കുന്ന ആന്തരിക ജീവിതത്തെക്കുറിച്ച് ഫാദർ ലിയോപോൾഡ്
അന്ന് വരാപ്പുഴ വികാരിയാത്ത് ഭരിച്ചിരുന്ന ബെർണഡിൻ ബച്ചിനെല്ലി പിതാവിനെ അറിയിച്ചു. അദ്ദേഹം ലിയോപോൾഡ് അച്ഛനെ തന്നെ അവരുടെ ആത്മീയ നിയന്താവായി നിശ്ചയിച്ചു. കൂനമ്മാവ് പള്ളിയിലെ കൊച്ചുമൂപ്പച്ചനായിരുന്നു ഇറ്റാലിയൻ മിഷണറിയായിരുന്ന ഫാദർ ലിയോപോൾഡ്. 4 വർഷം അദ്ദേഹം എലീശ്വ, അന്ന, ത്രേസ്യ എന്നിവരുടെ ആത്മീയ ജീവിതത്തെ വിശകലനം ചെയ്തു. അവർ കർമ്മലിത്ത സിദ്ധിയും പാരമ്പര്യവും അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇറ്റലിയിൽ നിന്നും കർമ്മലിത്ത നിഷ്പാദക സഭയുടെ നിയമാവലി വരുത്തി ഫാദർ ലിയോപോൾഡ് അവർക്ക് സന്യാസ ശിക്ഷണം നൽകി. 1866 ഫെബ്രുവരി 12 വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബച്ചിനെല്ലി നിഷ്പാദക കർമ്മലീത്ത സഭയുടെ TOCD സഭയുടെ അടിസ്ഥാന ശിലകളായി ഇവരെ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 13 മുതൽ പനമ്പ് കൊണ്ട് നിർമ്മിച്ച കൊച്ചുമഠത്തിലായിരുന്നു അവരുടെ താമസം. കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി മഠമായിരുന്നു ആ പനമ്പ് മഠം. 1868 സ്ത്രീകൾക്ക് വേണ്ടി ഒരു പാഠശാല ആരംഭിച്ചു. അങ്ങനെ സ്ത്രീ വിദ്യാഭ്യാസം പുസ്തകവൃത്തിയായി സ്വീകരിച്ചു. സിസ്റ്റർ ത്രേസിയായിരുന്നു വിദ്യാഭ്യാസ പ്രേഷിതത്വത്തിൻ്റെ ചുമതല നിർവഹിച്ചിരുന്നത്. മദർ ഏലീശ്വയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ കൊച്ചു പാഠശാല. പഠിതാക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ താമസിച്ച് പഠിക്കാൻ ബോർഡിങ്ങും പാവങ്ങൾക്കായി ഒരു അനാഥ മന്ദിരവും പണിതീർത്തു. കേരളത്തിലെ ആദ്യത്തെ കോൺവെൻറ്റ് സ്കൂൾ, ആദ്യത്തെ ബോർഡിംഗ്, അനാഥ മന്ദിരം എന്നിവയുടെ ഉദ്ഘാടനമായിരുന്നു അന്ന് പനമ്പ് മഠത്തിൽ നടന്നത്. സ്ത്രീകളുടെ അടിമത്തത്തിന് കാരണം അവരുടെ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയാണെന്ന് എലീശ്വ തിരിച്ചറിഞ്ഞു. അവൾ പഠനത്തോടൊപ്പം കൊന്തകെട്ട്, തുന്നൽ, ലേസ് നിർമ്മാണം എന്നിവയും അവരെ അഭ്യസിപ്പിച്ചു. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത്. കൂനമ്മാവ്, വരാപ്പുഴ, ഏലൂർ, കോങ്ങോർപ്പള്ളി, നീർക്കോട് പ്രദേശങ്ങളിലെല്ലാം ഇന്നും സ്ത്രീകളുടെ പ്രധാന വരുമാന മാർഗമാണ് കൊന്തകെട്ട്. വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളുടെ സാമൂഹിക സാംസ്കാരിക ജീവിത നിലവാരം ഉയർത്തുവാൻ മദർ ഏലീശ്വയ്ക്ക് സാധിച്ചു. കേരളത്തിൽ സാമൂഹിക നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച ധീര വനിതയായിരുന്നു മദർ ഏലീശ്വ. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവർക്ക് മുൻപേ ജനിച്ച, സാമൂഹിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മദർ ഏലീശ്വയുടെ പേര് സാമൂഹിക നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ പിൽക്കാലത്ത് ഈ നേതാക്കൾക്ക് കരുത്ത് നൽകിയത് ഈ സ്ത്രീയുടെ നിശബ്ദ പോരാട്ടങ്ങളായിരിക്കണം. സ്ത്രീ മനസ്സറിഞ്ഞ, സ്ത്രീകൾക്കു വേണ്ടി ജീവിച്ച മദർ ഏലീശ്വ സ്ത്രീവാദങ്ങളും സ്ത്രീ പഠനങ്ങളും ഇന്നത്തെ പോലെ പ്രബലപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം ചെയ്തതെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ മഹത് വ്യക്തിത്വം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ അമ്മയെ ചരിത്രം തമസ്കരിച്ചുവെങ്കിൽ അതിന് നാം മാത്രമാണ് ഉത്തരവാദികൾ. മലയാളികൾ എന്ന നിലയിൽ നമുക്ക് അമ്മയുടെ വിശുദ്ധിയും വിജ്ഞാനവും സൽക്കർമ്മങ്ങളും ലോകമെങ്ങും അറിയിക്കാം. അങ്ങനെ മദർ ഏലീശ്വയുടെ നാമം ലോകം തിരിച്ചറിയും. വിശുദ്ധിയുടെ വിശുദ്ധ കവാടത്തിനരികെ നിലകൊള്ളുന്ന അമ്മയെ ദൈവം എത്രയും വേഗം പുണ്യപദവിയിലേക്ക് ഉയർത്തട്ടെയെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.